Hello friends, welcome to Shana's Recipes. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. ഇത് മാത്രമായിട്ടും നമുക്ക് കഴിക്കാം, അതല്ലാതെ നമ്മുടെ ഡിന്നറിൻ്റെ കൂടെ സൈഡായിട്ടൊക്കെ ഈ സാലഡ് കഴിക്കാം കേട്ടോ. ഈ ചപ്പാത്തി അതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്തത് അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡ് കൂടിയാണ്. അതുപോലെ ഇത് നോൺ വെജ് അല്ല, വെജിറ്റേറിയൻ സാലഡാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സാലഡായിരിക്കും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഇനി അടുത്തുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഈ സാലഡ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഒരു 5 മിനിറ്റ് വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സാലഡ് മിക്സ് ചെയ്യാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ബൗൾ എടുത്ത് വെക്കുക, നിങ്ങളുടെ അളവിനനുസരിച്ച് വലിയ ബൗൾ എടുത്ത് വെക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് നല്ലപോലെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഗ്രേറ്റ് ചെയ്തിടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലാതെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് ഏകദേശം ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാബേജും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഞാനൊരു പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2 ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് കേട്ടോ. ഒരു പകുതി സവാള, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം. ഇത് നിങ്ങൾക്ക് ഏത് കളറുള്ളത് വേണമെങ്കിലും എടുക്കാം. ഇനി ഞാനൊരു ചെറിയ ആപ്പിൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും എങ്ങനെ വേണമെങ്കിലും അരിയാം കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇത് നീളത്തിൽ വേണമെങ്കിൽ അരിയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇതാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള കാഷ്യൂ നട്ടാണ്. ഇനി അതിലേക്ക് ഒരു പിടി കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം കറുത്ത മുന്തിരി വേണമെങ്കിൽ ഇടാം. അപ്പോൾ റേസിൻസ്. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ഈ സമയത്ത് ഇട്ടിട്ടില്ല. നമ്മളിതിന് ഡ്രസ്സിങ് റെഡിയാക്കുന്ന സമയത്താണ് ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്താൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഡ്രസ്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഞാൻ ചെറുതേനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഹെൽത്തിയാണ്. നിങ്ങളുടെ അടുത്തുള്ള തേൻ എന്താണോ, ഹണി എന്താണോ അത് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കുരുമുളക് പൊടിയുടെയാണ് ഉണ്ടാവുക, എന്നാൽ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സാലഡുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന വിനീഗറാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു സാലഡിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിനും കൂടി ഉള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിലൊക്കെ മതിയാവും. ഒരുപാട് ഉപ്പ് ചേർത്താലും കൊള്ളില്ല, കുറച്ചൊരു ഉപ്പ് മതിയാവും. അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിങ് നിങ്ങൾക്ക് സാലഡിലേക്ക് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഒഴിവാക്കാം. തൈര് ഇല്ലാതെയും ടേസ്റ്റാണ്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർ ലോ ഫാറ്റ് ആയിട്ടുള്ള തൈര് യൂസ് ചെയ്യുക കേട്ടോ. ഫുൾ ഫാറ്റ് തൈരൊക്കെ യൂസ് ചെയ്താൽ അതിന് അത്ര പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ലോ ഫാറ്റ് ആയിട്ടുള്ള കേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഡ്രസ്സിങ് ഒന്ന് മുകളിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. തീയൊന്നും വേണ്ട, അതുപോലെ ഒന്നും കുക്ക് ചെയ്യാനൊന്നും ഇല്ല. പക്ഷെ എന്നാൽ നല്ല ടേസ്റ്റാണ്. ഈ ഒരു സാലഡ് കൊണ്ട് തന്നെ നമ്മുടെ വയറ് നല്ല ഫില്ലായിരിക്കും. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. കാരണം നട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇൻഗ്രീഡിയൻസ് വേറെ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ എടുക്കാം. ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാലഡ് ഇട്ടത്. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഒലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലാത്തവർക്ക് ഇടണ്ട, ഇട്ട് കൊടുത്താൽ ഒരു ചെറിയൊരു ഉപ്പ് കൂടി ഉണ്ടാവും. ഇത് ഉപ്പിലിട്ട ഒലീവ്സ് ആണ്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളവരൊക്കെ ഇടുക, ഇല്ലാത്തവർക്ക് അത് ഇടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും സാലഡ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഒരു ഗ്രിൽ ചിക്കൻ്റെയും അതുപോലെ കുബൂസിൻ്റെയൊക്കെ ഒപ്പം നല്ല ടേസ്റ്റ് ആണ്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വെയിറ്റ് ലോസും അതുപോലെ ഡയറ്റൊക്കെ ചെയ്യുന്നവർ ലോ ഫാറ്റ് കേർഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഫുൾ ഫാറ്റ്
കട്ടായിട്ടുള്ള തൈര് എടുത്താൽ ഒരു പ്രയോജനം കാണില്ല. അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഒലിവ് ഓയിൽ ഒഴിവാക്കാം. ഒരിക്കലും വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഒന്നും യൂസ് ചെയ്യരുത് സാലഡിൽ, തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒഴിക്കുകയാണെങ്കിൽ ഒലിവ് ഓയിൽ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ ആപ്പിൾ സൈഡർ വിനീഗറിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരായാലും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെയിറ്റ് ലോസും ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇനി ലീഫി ആയിട്ടുള്ളത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലെറ്റൂസ് ആഡ് ചെയ്യാം, അതുപോലെ സെലറിയും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതുകൂടെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കോമ്പിനേഷനിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.